വലിയ സാധനങ്ങളല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നും കിട്ടിയില്ല. എന്നാണോ ഇവിടുന്ന് വായിക്ക് രുചിയായിട്ടൊന്ന് കഴിക്കാൻ പറ്റുക? ഇതിനെന്താ മോളെ കുഴപ്പം? നല്ലൊരു രുചിയുണ്ട്, നല്ല സോഫ്റ്റും. നല്ല രുചിന്റെ തന്നെത്താൻ അങ്ങോട്ട് കഴിച്ചാൽ മതി. എനിക്കിതൊക്കെ കഴിച്ചു മടുത്തു. ഈ പിട്ടും കടലും ഇഡ്ഡലി സാമ്പാറും അല്ലാതെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? എനിക്കിതൊന്നും വേണ്ട. ഇതെങ്കിലും നേരത്തെ കാലത്തിന് അമ്മ വെച്ചുണ്ടാക്കി തരുന്നില്ല മോളെ. എത്ര കാലമായി ഞാനൊരു വേലക്കാരിയെ വെച്ചിരാൻ പറയുന്നു. അതിന്റെ ആവശ്യമുണ്ട് ശ്രുതി. നമ്മൾ 3 പേരല്ലേ ഈ വീട്ടിലുള്ളത്. നിനക്ക് ആവശ്യപ്പെട്ടതെന്നാൽ അമ്മയോട് പറഞ്ഞാൽ പോരെ, അമ്മ ഉണ്ടാക്കി തരില്ലേ? ഓ, പറയേണ്ട താമസമുള്ളൂ. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കി തരും. ഞാനൊന്നും പറയില്ല. ഈ പിട്ടും കടലൊക്കെ കഴിച്ച് ഞാൻ ആകെ പോലും കെട്ടുപോയി. നീ ഒരു കാര്യം, നിനക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാല് നീ പറ, ഞാൻ അമ്മയോട് പറയാം. ഓ, അമ്മ എന്ന് പറയുമ്പോ തേനുറ്റി വീഴാണല്ലോ ചുണ്ടിരുന്നത്. എന്ത് പറഞ്ഞാലും അമ്മേനോടാണ് ഇഷ്ടം. ഞാൻ ഇവിടെ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. എന്റെ ഇഷ്ടങ്ങൾക്കൊന്നും ഇവിടെ ഒരു വിലയില്ല. എന്താ മോനെ ശ്രുതി, അപ്പോഴേക്ക് പണിയോ? എന്താടോ എന്താ മോനെ ചക്കരെ, അപ്പോഴേക്ക് നീ പിണങ്ങിയോ? എനിക്ക് ഓഫീസ് പോകുമ്പോൾ സമയമായി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്നത്തെ ബൈക്ക് പ്രാവശ്യം പുറത്തുനിന്ന് നിൽക്കും. സത്യാണോ? സത്യം. നീ മാറ്റി, ഞാൻ ഇപ്പൊ വരാട്ടോ. മോനെ കുട്ടാ, ചായ കുടിക്കാൻ വാടാ. മോളെ ചായ കുടിക്കാൻ വാ, സമയം കുറേയല്ലോ. ചായ കുടിച്ചിട്ട് പോയിക്കോളേ. മോനെ കുട്ടാ, ചായ കുടിച്ചിട്ട് പോയിക്കടാ. അമ്മേ, അമ്മ കുടിച്ചോളൂ, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളൂ. അമ്മ പുലർച്ചയ്ക്ക് എണീറ്റ് വയ്യാതെ ഉണ്ടാക്കിയത് പിന്നെ ആർക്ക് വേണ്ടിയ മോനെ? ഒരു ഗ്ലാസ് ചായയെങ്കിലും കുടിച്ചിട്ട് പോയിക്കോ. സമയല്ലേ, ഇനി ശ്രുതിനെ ഒന്ന് ഡോക്ടറെ കാണിക്കണം. എന്ത് പറ്റി മോനെ? മോക്ക് എന്താ പറ്റി? അതൊന്നുമില്ല, ചെറിയ തലവേദന. അതിനെന്തിനാ മോനെ ആസ്പത്രിയിലൊക്കെ പോണത്? അമ്മ ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കാലോ. ചുക്ക് കാപ്പിയൊക്കെ പണ്ടത്തെ രീതിയാ, അപ്പൊ അതൊന്നുമില്ല. നവീൻ വാ, വേഗം പോയി കാണിച്ചിട്ട് വരും മക്കളെ. ഞാൻ വരുന്ന കൂടെ? വേണ്ട, നിങ്ങൾ വെക്കോളാം. ഒക്കെ എടുത്ത് വെക്കട്ടെ, ഇനി മക്കൾ വന്നിട്ട് ഒന്നിച്ച് കുടിക്കാം. ചുക്ക് കാപ്പി ഉണ്ടാക്കി വെക്കട്ടെ, അത് മോളെത്തൊക്കെ പറഞ്ഞാലും അവള് കുടിച്ചോളൂ. അമ്മേ,
എന്ത് പറ്റി? എന്താ മോള് പറ്റിയത്? എന്താ പറ്റിയത്? എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? മോനെ ഒന്ന് ചോദിച്ചു നോക്കടാ എന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല, ആരും സങ്കടപ്പെടണ്ട. എന്താ സുധി പറ്റി? അങ്ങനെ ഇതുവരെ ഒന്നും ഉണ്ടായില്ലല്ലോ മോളെ. എന്താ പറ എന്താണെന്ന്. പിന്നെ എന്നെ കൊല്ലാനാണോ ഇങ്ങനെയുള്ള ഭക്ഷണം ഉണ്ടാക്കിയത്? സുധി എന്തൊക്കെയാ മോളെ ഈ പറയണത്? പിന്നെ ഞാൻ എന്ത് പറയണം? ഇത് എന്താണ് ഈ ചോറില്? നിങ്ങളുടെ ആരുടെയും ചോറിൽ ഇതൊന്നും ഇല്ലല്ലോ. ഇതാണ് മോളെ ഒരു ഈച്ചയല്ലേ? ഇതത്ര നിസാരാണോ? സകല വേസ്റ്റിൽ ഇരുന്ന് വരുന്ന ഇതിനെ കൂടി ഞാൻ കഴിക്കണോ? അതിപ്പോ എവിടെയെങ്കിലും പറന്ന് വന്ന് വീണതാവും സുധി. അത് പറന്നു വന്ന് വീണതാണെങ്കിൽ അതിന് ജീവൻ ഉണ്ടാവില്ലേ? അതിന് ജീവനുണ്ടോ? ഇത് വേവിക്കുമ്പോഴേ ഈ തള്ള ഇട്ടതാണ്. എന്നെ മനഃപൂർവ്വം കഴിപ്പിക്കാൻ നോക്കുക. നോക്കട്ടെ ശരിയാണല്ലോ. എന്താ അമ്മേ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? മോനെ ഞാൻ രണ്ടാളും കൂടി എന്നെ കൊല്ലാൻ നോക്കാണ്. നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമല്ലെങ്കിലേ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കിയേക്ക്. എന്തൊക്കെയാ സുധി നീ പറയുന്നേ? പിന്നെ പറയണ്ടേ, ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, കുറെ നാളായി ഞാൻ സഹിക്കുന്നു. നീ എന്നെ കൊണ്ട് ഇതൊന്നും കഴിയില്ല. അതെ, എനിക്ക് ചോദിക്കാനും പറയുന്ന കാണുന്നുണ്ട്. എന്താ അമ്മ ഇതൊക്കെ സത്യമാണോ? മോനെ എന്താണ് അമ്മ നിങ്ങൾക്ക് അവരോട് ഇത്ര ദേഷ്യം? ഇങ്ങനെ തുടങ്ങിയോ അമ്മ പോലും? ജോലിക്ക് പോയാൽ ഒരു സ്വസ്ഥതയില്ല, വീട്ടിൽ വന്നാലും ഒരു സ്വസ്ഥതയില്ലാത്ത കാലം. എന്ത് ചെയ്യാനാ? അമ്മേ എന്താ ഉണ്ടായത്? എനിക്കറിയില്ല മോനെ എന്താ ഉണ്ടായതെന്ന്. ഞാൻ ഓഫീസിൽ പോയി വരുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഇവിടെ ഒന്നുമില്ലട മോനെ. അവളെന്തെങ്കിലും നിന്നോട് പറഞ്ഞോ? ഈ കാലം വരെ അമ്മ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണത്തിൽ നിന്ന് ഒരു മുടി പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അമ്മയ്ക്ക് വയസ്സായില്ല മോനെ, കാഴ്ചക്കുറവുണ്ട്. വെള്ളം പരുതെന്ന് എന്നെ പഠിപ്പിച്ച അമ്മ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? കഴിഞ്ഞ ആഴ്ചയല്ലേ നമ്മൾ കന്നഡ മാറ്റിയത്? കണ്ണടയുടെ പ്രശ്നമില്ല മോനെ, ഇപ്പൊ ഞാൻ എല്ലാം കാണുന്നതാണ് പ്രശ്നം. അമ്മേ അതേടാ, ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് ജീവിക്കുകയാണ് നിന്റെ അമ്മ. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഏതെങ്കിലും അമ്മ സ്വന്തം മക്കളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുവോ? നീ അവള് പറഞ്ഞത് കേട്ടില്ലേ? അവളെന്ത് പറഞ്ഞു വിചാരിച്ചിട്ട് അമ്മക്കത് മിണ്ടാതിരുന്നൂടെ? ഒരു സ്വസ്ഥതയല്ലേ നീ രണ്ടാണെന്ന് വിചാരിച്ചാല്? നിങ്ങൾ കാണുന്നില്ലേ എല്ലാം? എന്നെ ഒറ്റയ്ക്കാക്കി പോയില്ലേ? കുട്ടനെ നല്ലോണം നോക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. എനിക്ക് മതിയായി ഏട്ടാ. എന്തിനാ എന്നെ കഷ്ടപ്പെടുത്തുന്നത്? എന്നെ കൂടെ കൊണ്ടുപോയി കൂടെ. വയ്യ ഏട്ടാ, എല്ലാം സഹിച്ച് എനിക്ക് വയ്യാതെയായി ഏട്ടാ.
കഴിഞ്ഞില്ലായിരുന്നു? ഇതാ വരുന്നു, 2 മിനിറ്റ്. ഇതെങ്ങനെ സ്ഥിതി പൊട്ടിയേ? ഇത് ഞാൻ 2 ദിവസം മുമ്പേ കുളിക്കുമ്പോ പൊട്ടിപ്പോയതാ. എന്നിട്ട് ഇനി മാല ഇടാതെയാണോ നീ കല്യാണത്തിന് പോകുന്നേ? അല്ല, ഞാൻ വേറെ ഒന്ന് എടുത്തിട്ടു. എന്ന് നീ കയ്യിൽ വെച്ചോ, നമുക്ക് പോകുമ്പോ ഇത് ശരിയാക്കി എടുക്കാം. അതൊക്കെ പിന്നെ ശരിയാക്കാം. അതിനൊന്നും ഇപ്പൊ നേരം ഉണ്ടാവില്ല. എന്റെ കസിന്റെ കല്യാണത്തിനല്ലേ പോണത്. കല്യാണത്തിന് 2-3 ദിവസം ഇല്ലേ? ഇത്ര ധൃതിയിൽ ഇന്ന് 3 ദിവസം ലീവ് എടുത്ത് ഞാൻ പോകേണ്ട ആവശ്യമുണ്ടോ? ഓ, അത് പോയൊരു കാര്യമില്ല. ആ കസിനും കുടുംബവും ഒരാഴ്ച മുന്നേ നമ്മുടെ കല്യാണത്തിന് വന്നിരുന്നു. കല്യാണവും സൽക്കാരും ഒക്കെ കഴിഞ്ഞിട്ടാ തിരിച്ചു പോയത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും പോകണ്ടേ അവരെ കല്യാണത്തിന്? അതല്ല ശ്രുതി, അമ്മയുടെ കാര്യം ആലോചിച്ചിട്ടാണ് പോകും. ഓ, എന്താ അമ്മയ്ക്ക് കുഴപ്പം? 3 ദിവസമൊക്കെ അമ്മ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുവോ? ഒരു കുഴപ്പമില്ല, ചെറിയ കുട്ടിയൊന്നല്ലല്ലോ. ഇതുവരെ അമ്മയെ ഒറ്റയ്ക്കാക്കി ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. എന്നാ പിന്നെ അമ്മേനെയും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരുന്നോ. എന്റെ കസിന്റെ കല്യാണല്ലേ, ഞാൻ പോയിക്കോളാം. ഇനി അത് പറഞ്ഞ് നീ പിണങ്ങണ്ട. നീ ഈ ചെയിൻ അവിടെ വെച്ചിട്ട് പെട്ടെന്ന് റെഡിയോ. ഞാൻ എപ്പോഴേ റെഡിയാണേ. പോട്ടെ. ഞങ്ങൾ ഇറങ്ങട്ടെ. മോനെ സൂക്ഷിച്ചൊക്കെ പോണേ. വണ്ടിയിൽ കയറിയാൽ മോനെ യാതൊരു ബോധവും ഉണ്ടാവില്ല സ്പീഡിന്. ഇല്ലമ്മേ, ഞങ്ങൾ പതുക്കെ പോവുള്ളൂ. അമ്മേ, അമ്മ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കണേ. ഞങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ടേ വരൂ. അമ്മേ, ഞാൻ പോട്ടെ. പോയി വരും. അമ്മക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയില്ലല്ലോ? ഇല്ല മോനെ, ഞാൻ എത്ര കാലമായി ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഓരോന്ന് പറഞ്ഞ് നേരം വേഗണ്ട, മക്കൾ വേഗം പറ്റും. ഞാൻ അത്രയും കുത്തിരിക്കല്ലേന്ന മീനിന്റെ പൈസക്ക് വന്നതാണോ? കുട്ടല്ലോ ഇവിടെ. അല്ല, ഞമ്മളെപ്പോഴെങ്കിലും മീനിന്റെ പൈസ വെച്ച് നിങ്ങളെ ബുദ്ധിമുട്ടാക്കിണ്ടോ? ആ കാര്യമൊക്കെ ഉള്ളപ്പോ തന്നാ മതിന്ന്. പെണ്ണുങ്ങൾക്കൊക്കെ സുന്ദരല്ലേ? ഒന്നും പറയണ്ട എന്റെ ഭവാനിയമ്മേ. ഓൾക്കെന്നും സൂക്കിടമേ. നീ ഞാൻ ഓളെ കാണിക്കാത്ത ഒരു ആശുപത്രി നമ്മളെ നാട്ടിലില്ല. എന്റെ പിന്നെ ഗഫൂർ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ എന്തേ ഭവാനിയമ്മേ? ഇന്നലെ രാത്രി നിങ്ങളെ പെരേന്ന് എന്തൊക്കെ ഒച്ചപ്പാടം കേട്ടല്ലോ. അതൊന്നും ഈ പെരയിൽ ഉണ്ടാവാത്താണല്ലോ. ഒന്നും പറയണ്ട ഗഫൂർ, ഒക്കെ എന്റെ തലവിധിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഭവാനിയമ്മ, ഞങ്ങൾ കാര്യം എന്താ വെച്ചാ പറയും. ഞാൻ ഇന്നലെ മോന്തിക്കാണ് പണിയൊക്കെ കഴിഞ്ഞ് വന്നത്. അപ്പോഴങ്ങളെ പെരേന്റെ ഓത്തുനിന്ന് വല്ല ഒച്ചപ്പാടും ബഹളൊക്കെ കേൾക്കണേ. ഞാൻ അതിന്റെ ഇടയില് ഇന്നും കൂടിയും കണ്ടാല് ആകെ ഗുൽമാലാവെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്റെ പെരയെ കുത്തിയിരുന്നത്. എന്ത് അനുകൂലത്തെ ഞങ്ങളെ പെരയിൽ ഉണ്ടായത്? ഗഫൂർ, ഈ വരാതിരുന്നത് നന്നായി. രണ്ടാളും വടിമല പാമ്പ് പോലെ നിർത്തിയിരുന്നു. നിങ്ങൾ ഇപ്പോഴും കാര്യം എന്താന്ന് പറഞ്ഞില്ലല്ലോ ഭവാനിയമ്മ. കുട്ടന്റെ ഓളെ ചെയിന് കാണാനില്ല, അത് പൊട്ടിയതായിരുന്നു.
കല്യാണത്തിന് പോകുമ്പോൾ റൂമിൽ അയച്ചു വെച്ചെന്നാ പറയണത്. എവിടെ? ഓലെ മുറിയിലോ? ആ, ഞാൻ മാത്രല്ലേ ഗഫൂറെ പിന്നെ ഇവിടെ ഉള്ളൂ. ആ മാല ഞാൻ കണ്ടിട്ടില്ല. അതിനെപ്പറ്റി ഒന്നും രണ്ടും പറഞ്ഞ് ബഹളായി ഇവിടെ. അല്ല ഓലെ അത് ആ മുറിയിലെന്നാ ബച്ചിക്കണെന്ന് വല്ല ഉറപ്പുണ്ടോ? പോയ വൈക്കെങ്ങാനും കൊഴിഞ്ഞു പോയാലോ? അല്ല അങ്ങനെയും വരാലോ. എനിക്കൊന്നും അറിഞ്ഞൂടാ എൻ്റെ ഗഫൂറെ. അവര് വായിൽ വരുന്നതൊക്കെ എന്നെ പറഞ്ഞിട്ടാ പോയത്. പോവേ ഓരൗടുക്കാ പോയത്? കുട്ടന്റെ ഭാര്യ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. അവിടെ വിളിച്ചു പറഞ്ഞപ്പോ ആകെ പ്രശ്നമായി. അവിടെ അടുത്തൊരു മന്ത്രവാദി ഉണ്ട് പോലും. അയാളടുത്ത് പോയാലും മാലെടുത്ത ആളെയൊക്കെ പറഞ്ഞു കൊടുക്കും പോലും. എന്ത് വർത്താന ഭവാനും നിങ്ങളീ പറഞ്ഞേ? ഇന്നത്തെ കാലത്ത് ഇതിലൊക്കെ നമുക്ക് വല്ല വിശ്വാസം ഉണ്ടാ? എനിക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നല്ലല്ലോ കാര്യം, അവർക്ക് അതിലൊക്കെ വലിയ വിശ്വാസമാണ്. അല്ല ഭവാനമ്മേ, ഓല് ഇവിടുന്ന് പോയിട്ട് 1-2 ദിവസമായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വേറെ ആരെങ്കിലും ഇവിടേക്കറ്റ വന്നിക്കണോന്ന്? 1-2 അണ്ണാച്ചി പെണ്ണുങ്ങൾ വന്നിരുന്നു പഴയ കുപ്പി പാത്രമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അവര് അന്ന് പഴയതൊക്കെ എടുത്ത് അപ്പൊ തന്നെ പൈസ തന്നിട്ട് അവരപ്പൊ തന്നെ പോയി. അടച്ച റബ്ബേ, ആ ചെയിനെങ്ങാനും അണ്ണാച്ചകളെ കയ്യെ പെട്ടുക്കണാവോ? അതിന് അവര് മുറ്റത്ത് നിങ്ങൾ കയറിയിട്ടില്ല. കുട്ടന്റെ റൂമിന്ന് ആ പഴയ പേപ്പറൊക്കെ എടുത്തൊടുത്തത് ഞാനാണ്. പക്ഷെ ഞാനത് നല്ലോണം നോക്കിയിട്ടാ കൊടുത്തത്. അടച്ച തമ്പുരാനെ, ഞാൻ കടലാസിന്റെ ഉള്ളിലെങ്ങാനും ആ ചെയിന് കുടുങ്ങി പോയിക്കണാവോ? കട്ടകാലം പിടിച്ച സമയത്ത് അങ്ങനെയും വരാലോ. എനിക്ക് അറിയില്ല ഗഫൂറെ. 3-3.5 പവനുണ്ടാ മാല. 3-3.5 പവനെ ഇപ്പൊ എത്ര ലക്ഷം ഉറുപ്പ്യാവും ഞങ്ങളെ പൂതി? ഓനമ്മേ പിന്നെ അത് എവിടെ പോയി? നിങ്ങളെ മുറിന്റെ ഔത്തൊക്കെ ശരിക്കും തെരഞ്ഞെടുക്കണത്. ഞാൻ ആ മുറി അടിച്ചും തുടച്ചും ഒക്കെ വൃത്തിയാക്കിയതാണ്. അവിടെ ഉണ്ടെങ്കിൽ പിന്നെ കാണൂലേ. നിങ്ങളെ മക്കള് പറയാതെ മുറിയിൽ വെച്ചിക്കണം, പിന്നെ നിങ്ങള് പറയാതെ കാണാല്ല. പിന്നെ എന്തത് ചെയ്താൻ കൊണ്ടുപോവുക? നിങ്ങൾ ഒന്നും പാടി ഒന്ന് തെരഞ്ഞു നോക്കാണ് ഭവാനിയമ്മേ. മാണേ ഞാനും വരാം. ഇതിപ്പോ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ? ചില്ലറ പൈസന്റെ മുതലൊന്നുമല്ലല്ലോ. ഇന്നലെ രാത്രി മുതൽ ഇന്നേരം വരെ ആ മുറിയിൽ മുഴുവൻ അടിച്ചു പെറുക്കി തെരഞ്ഞതാണ് ഞാൻ. എന്നിട്ട് ഒന്നും കാണാനില്ല. അല്ല അവര് മുറിയിലല്ലാതെ വേറെ എവിടെയെങ്കിലും വെച്ച് കാട്ടാണോ പോയതെങ്കിലോ? കുട്ടനും പെണ്ണ് തർപ്പിച്ചു പറയണം മുറി തന്നെ വെച്ച്. ഇന്നപ്പോ ആവിയായി പോയോ? എനിക്ക് തോന്നുന്നത് അത് അണ്ണാച്ചയുടെ കൈ തന്നെ പെട്ടുന്ന. അതിന് അണ്ണാച്ചിയാണ് ഇങ്ങോട്ട് കേറിയിട്ടില്ലല്ലോ. ഓലൗത്തേക്ക് കയറേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ ആ കടലാസൊക്കെ എടുത്തേല് പെട്ടുപോയിണ്ടാവെങ്കിലോ? 3-3.5 പവനല്ലേ? അണ്ണാച്ചയുടെ കാര്യം ഉസാറായി. കൃഷ്ണ, നിങ്ങൾ വിഷമിക്കേണ്ട ഭവാനിയമ്മേ. ആ ചെയിനെ നിങ്ങൾ ഒഴിവാക്കും വേണ്ട. ഞാൻ പോയിട്ട് ഐറ്റിങ്ങളെ തെരഞ്ഞു നോക്കി വരാം. എത്തിയാല് കയ്യോടെ ഞങ്ങളെ മുമ്പിൽ കൊണ്ടുവരാം. ഇത് വലിയ ഉപകാരമാവും ഗഫൂറെ. ഞാൻ പോലീസിൽ പരാതി കൊടുക്കാൻ വേണ്ടി നിന്നതാണ്. ഇത് നല്ല ഗോള്. നിങ്ങളെ പേരന്റെ ഔത്തുനിന്ന് പോയ സാധനം നിങ്ങൾ തെരഞ്ഞെടുക്കാതെ നിങ്ങൾ പോലീസുകാരെ ഏൽപ്പിക്കുക. അത് ബസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ ഭവാനിയമ്മേ. അണ്ണാച്ചോളെ കയ്യിൽ പെട്ടിട്ടുണ്ടല്ലോ. ഓലി പഞ്ചായത്ത് വിട്ടുപോയിട്ടുണ്ടോ? നിങ്ങൾ ബേജാറാവണ്ട ഭവാനിയമ്മേ. ഓലി മോന്തിക്ക് ക്യാമ്പ് അടിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ എനിക്കറിയാം. മാർക്കറ്റിലെ കുണ്ടന്മാരെ കൂട്ടി ഞാൻ പോയി നോക്കാം. നിങ്ങളുടെ ബസിപ്പിക്കാതിരുന്നോളി ഭവാനിയമ്മേ. ഗേറ്റ് ശരിക്കും അടച്ചാളി. ബാക്കിയുള്ളവന്മാരെ ആൾക്കാർ കൊണ്ടുപോകണ്ട. അല്ലേ നിങ്ങളവിടെ ഇരിക്കും, ഞാൻ തന്നെ അടക്കാം. ഭഗവാനെ കൃഷ്ണ, ആ ചെയിൻ എങ്ങനെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. എന്നാലും ഞാൻ എന്ത് വഴിപാട് വേണമെങ്കിലും കഴിക്കായിരുന്നു. ഞാനെന്ത് ചെയ്യാനാ? എന്റെ മാല പോയി, ഞാനിവിടെ വെച്ചിട്ട് പോയതാ. ഞാൻ അത് എനിക്ക് കിട്ടിയേ പറ്റൂ. ഞാനെന്ത് ചെയ്യാ? ആരാ അത് എടുത്തതെന്ന് എനിക്ക് അറിയണം. നമ്മളോട് പോകുമ്പോൾ എനിക്ക് കേൾക്കണ്ട, എനിക്ക് മാല കിട്ടണം. എന്റെ മാല എവിടെയാന്ന് ഇപ്പൊ അറിയാം. ഞാൻ ഇവിടെ വെച്ച് പോയത് കണ്ടതല്ലേ, ഇവിടെ വെച്ച് പോണത് നിങ്ങൾ കണ്ടതല്ലേ. സുധി, നീ ഒന്ന് പതുക്കെ പറ, അമ്മ കേൾക്കും. കേൾക്കട്ടെ, കേൾക്കാൻ തന്നെയാണ് പറയണത്. കാര്യം പറയാൻ എനിക്ക് ആരെയും പേടിയില്ല. കാര്യം ശരി, ഇത് നമ്മൾ രണ്ടോളം അറിഞ്ഞാ പോരെ? ഇത് നാട്ടുകാർ അറിയിക്കുന്നത് കാര്യമുണ്ടോ? ഞാൻ എന്തിനു പേടിക്കണം? 3-3.5 പവന്റെ മാല കട്ടെടുത്തിട്ട് വല്ല കൂസലുണ്ടോ നോക്കിക്കേ. പണിക്കര് പറഞ്ഞാൽ നിങ്ങളും കേട്ടതല്ലേ. പണിക്കര് പലതും പറയും, ഇതൊക്കെ സത്യമാണെന്നുണ്ടോ? നമ്മളെ കൂടാതെ ഈ വീട്ടിലുള്ളത് നിങ്ങളുടെ അമ്മയല്ലേ. പുറത്ത് ആരുടെ കയ്യിലും കിട്ടിയിട്ടില്ല. അപ്പൊ ഈ വീട്ടിലുള്ള ആരോ ആണ് എടുത്തതെന്നല്ലേ അതിനർത്ഥം? നീ ഈ വീട്ടില് ശരിക്കും തെരഞ്ഞു നോക്ക്. അല്ലെങ്കിൽ അമ്മക്ക് എന്താ നിന്റെ മാല? അഥവാ അമ്മ എടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ തിരിച്ചു തരില്ലേ? നീ ബഹളം വെച്ച് നാട്ടുകാരെ അറിയിക്കണം.
ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ കള്ളി അല്ലാതാക്കലാണ് ലക്ഷ്യം. എന്റെ അച്ഛൻ ഗൾഫ് കടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്നതാണ്, എനിക്കത് വേണം. എന്റെ സുധി, നിനക്ക് ഞാൻ വേറൊരു മാല വാങ്ങി തന്നാ പോരെ? വേറെ ഒന്ന് നിങ്ങളെ എന്നെ കൊണ്ടൊന്നും പറയിക്കില്ല. ഞാൻ ചെയിൻ കിട്ടാതെ ഞാനിവിടെ നിൽക്കുന്നു കരുതണ്ട. നിങ്ങൾ നിങ്ങളെ അമ്മയെ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ എന്റെ വീട്ടിൽ പൊയ്ക്കോളാം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ ഉടനെ പോണം വീട്ടില്. നീ ഇവിടുന്ന് പോയാ ചെയിൻ കിട്ടുന്നില്ല. ഞാനല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും തടസ്സം. ഞാൻ പോയാലേ ആ ചെയിന് കിട്ടിയ രണ്ടുപേരും കൂടെ കുടുങ്ങി തിന്നോളൂ. നീ പോയാ എന്റെ എല്ലാ കാര്യം മുടങ്ങില്ല സുധി. മുടങ്ങണം. എന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇതിന് കൂട്ടു നിൽക്കുവോ? എന്താ മോളെ സുധി നീ ഇങ്ങനെ? വേണ്ട, മഞ്ചളൊന്നും വേണ്ട. എന്താണ് സുധി? എന്നെ തൊടരുത്. നിങ്ങൾക്കല്ലാത്തത് നിങ്ങളുടെ അമ്മയല്ലേ വലുത്. ഞാനാരാ ഒന്നിനും കൊള്ളാത്തവള്. അങ്ങനെ ഞാൻ പറഞ്ഞോ? നീ വെറുതെ ഓരോന്നും പറയാതെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടേക്ക്. എനിക്കല്ലേ ഈ വീട്ടിലൊരു സ്ഥാനം ഇല്ലാത്തത്. നീ എന്റെ ഭാര്യയല്ലേ സുധി, കുറച്ചൊക്കെ വിട്ടൊക്കെ ചെയ്യേണ്ട നമ്മള്. ആണോ? ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ. വിട്ടുവീഴ്ച എനിക്ക് മാത്രല്ല, നിങ്ങളുടെ അമ്മയ്ക്ക് പോയിക്കൂടെ? ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ അതും കൂടെ പറ. ഇനി ഞാൻ ഇവിടെ നിങ്ങളോടൊപ്പം നിൽക്കണെങ്കിലേ നിങ്ങളുടെ അമ്മ ഈ വീട്ടിലുണ്ടാവരുത്. സുധി, നീ എന്താ ഈ പറയുന്നത്? എന്തേ? അമ്മയെ പറ്റി പറഞ്ഞപ്പോ നൊന്തോ? ഇതന്നെ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മനസ്സിൽ എനിക്ക് ഒരു സ്ഥാനവും ഇല്ലാന്ന്. അമ്മയെ ഞാൻ എന്ത് ചെയ്യുന്നതാണ് നീ പറയുന്നേ? നിങ്ങളൊരാണല്ലേ, അതിനുള്ള മാർഗം ഞാൻ തന്നെ പറഞ്ഞിരുന്നോ? നീ എനിക്ക് മനസ്സിലാക്കുന്ന ഭാഷയൊന്നും പറ. ഇത്തരം അമ്മമാരെ താമസിപ്പിക്കാനാണ് ആടുപൂർവ്വ വൃദ്ധസദനങ്ങൾ ഉള്ളത്. എന്റെ സുധി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്താ കുഴപ്പം? അമ്മയെ അവിടെ ഏൽപ്പിച്ചാലേ നേരത്തിന് ഭക്ഷണം, അസുഖമുണ്ടായ മരുന്നും ഒക്കെ അവിടെ കിട്ടും. നമ്മുടെ ഈ വീട്ടിൽ താമസിക്കുമ്പോ അമ്മ അവിടെ കൊണ്ടുപോയാക്കാൻ പറ്റുമോ? അമ്മയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനുള്ള കാശ് അടച്ചാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. എന്നാലും സുധി, അങ്ങനെയൊക്കെ ചെയ്യണോ? ഇനി എന്താ ആലോചിക്കാനാണുള്ളത്? എന്റെ നവിയെ ഒന്ന് സ്നേഹിക്കാൻ, ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടാൻ എത്ര കാലമായി ഞാൻ ആഗ്രഹിക്കണമെന്നറിയോ? അതെങ്ങനെ എവിടെ നോക്കിയാലും അമ്മ തന്നെയല്ലേ? അതൊക്കെ ശരിയാ, പക്ഷെ വൃദ്ധസദനത്തിലൊക്കെ നല്ല കാശാവൂലേ? ആവും. നവിന്റെ കയ്യിൽ ഇപ്പൊ കാശില്ലെങ്കിലേ ഞാൻ അച്ഛനോട് പറയാം, അച്ഛൻ കാശ് അയച്ചു തരും. അതൊന്നും വേണ്ട, നമുക്ക് രാവിലെ ബാങ്കിൽ നിന്ന് എടുക്കാം. പക്ഷെ നാട്ടുകാരറിഞ്ഞ ആകെ നാണക്കേടാവൂലേ? അതെന്തിനാ നാട്ടുകാരെ അറിയിക്കുന്നത്? പക്ഷെ എങ്ങനെയും നാട്ടുകാർ അറിഞ്ഞാലോ? അതിനൊന്നും മറുപടി പറയാൻ നിൽക്കണ്ട. എങ്ങാനും ചോദിച്ചാലേ നവീൻ ഒരു മാസത്തേക്ക് ഇത് വിദേശ ടൂർ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ നീ അമ്മയോ ഇവിടെ നിന്നാ പോരെ? ഞാനും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അമ്മേനെ വൃദ്ധസദനത്തിലാക്കൂലേ, അന്ന് മുതൽ അമ്മക്ക് എന്റെ വീട്ടിൽ പോയി നിൽക്കാം. അപ്പൊ പിന്നെ അവർക്ക് സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇന്ന് നാളെ രാവിലെ പോയിട്ട് ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കാം. ബാങ്കിൽ പോകാനൊന്നും നിൽക്കണ്ട, കുറച്ച് കാശ് എന്റെ കയ്യിലുണ്ട്. ബാക്കി നമുക്ക് ഗൂഗിൾ പേ ചെയ്യാം. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം. അതെ, സംസാരിച്ച് കുറെ നേരമായി, കിടക്കണ്ടേ നമുക്ക്? ഞാൻ പോയി പാലെടുത്തിട്ട് വരാം.